ഇന്നൊരു നെല്ലിക്ക പച്ചടി ആട്ടോ ഉണ്ടാക്കണേ. അതിനായിട്ട് ഞാൻ ഒരു 6 നെല്ലിക്ക 6 നെല്ലിക്ക വേവിച്ചിട്ട് കുരു കളഞ്ഞെടുത്തേക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അത് നമ്മൾ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഉടച്ചാലും മതിയാവും. അങ്ങനെ ഉടയുന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് ഒറ്റ കറക്ക്, അത് കൂടുതൽ ആവരുത്, അങ്ങനെ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ അതിന് ചേർക്കുന്നത് തേങ്ങ. ഈ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ. 6 നെല്ലിക്കയല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നെല്ലിക്കയുടെ അളവനുസരിച്ച് കൂടുതൽ തേങ്ങ എടുത്തോ കേട്ടോ. അപ്പൊ തേങ്ങ ഒരു 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, അത്രയും തന്നെ 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക്. ഇത് നമ്മള് പിന്നെ പച്ചടിക്ക് അരയ്ക്കുമല്ലോ, ആ രീതിയിലൊന്ന് അരയ്ക്കുകയും വേണം. അപ്പൊ ഇത് ചതച്ച് ഇത് അരച്ച് കൊണ്ടുവരാം. ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ കടുക് ആദ്യം അരയ്ക്കില്ല. ആദ്യം ജീരകവും തേങ്ങയും പച്ചമുളകും കൂടെ അരയ്ക്കണം. എന്നിട്ട് ലാസ്റ്റ് കടുകൊന്ന് അരച്ചാൽ മതി. എല്ലാം കടുക് ഒത്തിരി അരയണ്ട. കല്ലിലാണെങ്കിൽ നമുക്ക് അതുപോലെ ആ ഒരു രീതിയിൽ നമുക്ക് അരച്ചെടുക്കാമല്ലോ. പച്ചടിക്ക് അരയ്ക്കുന്ന രീതി അറിയാലോ. അപ്പൊ അങ്ങനെ ചെയ്തെടുക്കണം. പിന്നെ മുളകിന്റെ അളവ് വേണമെങ്കിൽ, ഇതിപ്പോ എരിവ് കുറഞ്ഞ മുളകായതുകൊണ്ടാട്ടോ 4 എണ്ണം എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് 3 എണ്ണം ആയാലും മതിയാവും. അതുപോലെ തന്നെ നെല്ലിക്കയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ 1 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കൂട്ടിയെടുത്താൽ മതിയാവും. പിന്നെ തേങ്ങ അരയ്ക്കുമ്പോ പച്ചവെള്ളം ഒഴിക്കുന്നില്ല, തൈര് കൂട്ടി തന്നെ അരയ്ക്കണം. നമ്മൾ ഇതിനകത്ത് തിളപ്പിക്കുന്നില്ല, ചൂടാക്കുന്നേ ഇല്ല. അപ്പൊ പച്ചവെള്ളം ഒഴിച്ചരയ്ക്കരുത്, തൈര് ഒഴിച്ച് അരയ്ക്കണം. അപ്പൊ ഇതാണ് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അടുത്ത് അരപ്പ് നന്നായിട്ട് ചേർത്ത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. നെല്ലിക്കയുടെ അളവ്, ഇത് വലിയ നെല്ലിക്കയായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരു 6 എണ്ണം എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 7 എണ്ണം 8 എണ്ണം ഈ ഒരു അളവിൽ എടുക്കാൻ പറ്റും കേട്ടോ. തേങ്ങ ഇത്ര അരച്ചില്ല, 1/2 കപ്പ് തേങ്ങ അരച്ചിട്ടുള്ളൂ. നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് തൈരിന്റെ ഉപ്പ് അനുസരിച്ച് അപ്പൊ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ബാക്കി ഇടാം. ഇനി തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തേക്കുന്നത്. പച്ചവെള്ളം കൂട്ടി അരയ്ക്കുകയോ ചെയ്യരുത് കേട്ടോ, അത് ചൂടാക്കുന്നില്ല. ഇത് നമ്മൾ കടുക് വറുത്തെടുക്കുന്നുള്ളൂ. തൈര് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. പുളി അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തു. അതൊക്കെ നെല്ലിക്ക, ഇത് വലിയ നെല്ലിക്ക ആയതുകൊണ്ടാണ് 6 എണ്ണം. ചെറുതാണെങ്കിൽ ഒരു 7 എണ്ണം 8 എണ്ണം ഒക്കെ എടുക്കാം. ഒരു കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇടയ്ക്ക് നോക്കണം. ഒരു കപ്പ് തൈരും 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക ഞാൻ ഇച്ചിരി ഉപ്പിട്ടാ വേവിച്ചേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉപ്പ് നോക്കി ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. അത് ശ്രദ്ധിക്കണം പ്രത്യേകം. ഇത്രേ ഉള്ളൂ. എല്ലാം ചേർത്തെടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, പച്ചവെള്ളം ചേർത്ത് അരയ്ക്കരുത്. തൈര് കൂട്ടി തന്നെ തേങ്ങ അരച്ചെടുക്കണം. ഇനി ഇത് ചൂടാക്കുന്നൊന്നുമില്ല, കടുക് വറുത്താൽ മതിയാവും. നമുക്ക് കടുക് വറുക്കാം. അതിനായിട്ട് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ കടുക്, ഒരു 1.5 ടീസ്പൂൺ ഇടാം കേട്ടോ. 1.5 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടി വരുമ്പോ ഒരു 5 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ കറിവേപ്പില നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോ ആ കൂടെ ഒരു 2 കണ്ടിട്ട് അരയ്ക്കണം കേട്ടോ. 2 കറിവേപ്പില. കടുക് വറുത്തിട്ടു കേട്ടോ. ഇനി ഒരു 2-3 സെക്കൻഡ് ഒന്ന് മൂടി വെക്കണം. അതിന്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. എന്നിട്ട് തുറന്നെടുത്ത് ഇളക്കിയെടുക്കണം. നോക്കൂ, നല്ലൊരു പച്ചടി ആട്ടോ. പ്രാവശ്യത്തെ ഓണത്തിന് ഒരു നെല്ലിക്ക പച്ചടിയും കൂടി ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, ഇഷ്ടാവും ഇത്, എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളിത് ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.